കൃഷ്ണേട്ടാ, ഞാൻ സോറി അഖിലേ, കുറച്ചു നേരം ഞാൻ എമോഷണൽ ആയിപ്പോയി. നിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതാ ശരി. നീ എല്ലാം എന്നോട് ചോദിച്ചിട്ടാ ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ അപ്പം ചോദിക്കാമായിരുന്നല്ലോ. ഞാനത് ചെയ്തില്ല. ഒരുപക്ഷെ എല്ലാത്തിലും വലുതായി ഞാനും നീയും തൃച്ചംബരത്തിന്റെ പാരമ്പര്യം കാക്കുന്നുണ്ടാവാം. അതെ കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എന്റെ മനസ്സിലെ ഉത്തരം അഖിലാണ്ടേശ്വരി, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ആയതുകൊണ്ടാണെന്നായിരുന്നു. മനസ്സിൽ നിന്ന് ഭാരം ഒഴിയുന്നില്ല കൃഷ്ണേട്ടാ. ക്ഷേത്രങ്ങളിൽ ബാക്കി വെച്ച നേർച്ചകളൊക്കെ ചെയ്തു തീർക്കണം. ദോഷങ്ങളെല്ലാം തീരണം. കൃഷ്ണേട്ടൻ വരൂ. കുരങ്ങ് ചത്ത കാക്കാലിനെ പോലെയാണല്ലോ നടത്തവും ഭാവവും. പറഞ്ഞുറപ്പിച്ച കല്യാണം മുടങ്ങുമ്പോ ബ്രോക്കറിനും കാണുമല്ലോ സങ്കടം. ഏതായാലും എനിക്ക് സന്തോഷായി. അല്ലെങ്കിൽ എച്ചിൽ പാത്രം കഴുകുന്നവളുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വന്നേനെ എനിക്ക്. എന്ത് പറ്റി അരവിന്ദേ? ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. ഓ, കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും. കല്യാണി പാലഭിഷേകം ചെയ്തപ്പോ മാത്രം പാലിന്റെ നിറം എങ്ങനെ മാറിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ, എന്തായാലും അഖിലാന്റി പാവം കല്യാണിയെ വീട് വിലക്കണ്ടായിരുന്നു. എന്തോ അഖിലാന്റിക്ക് ഇപ്പൊ കല്യാണിയോട് ഭയങ്കര വെറുപ്പാണെന്ന് തോന്നുന്നു. ഇതിനിടയില് ആനന്ദിന്റെയും കല്യാണിയുടെയും പ്രണയകഥയെങ്ങാനും അരവിന്ദ് വിളിച്ചു പറയൂന്നായിരുന്നു എന്റെ പേടി. ഏതായാലും പറയാത്തത് വലിയ ഭാഗ്യമായി. അല്ലാതെ തന്നെ അരവിന്ദ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അഖിലാന്റിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹാ, ഓർക്കുമ്പോ എനിക്കും സങ്കടമുണ്ട് അരവിന്ദ്. പാവം കല്യാണി. വിധി പോലെയല്ലേ കാര്യങ്ങൾ നടക്കൂ. ചില ഇഷ്ടങ്ങളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. അതാ ജീവിതം. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മുടെ കാര്യത്തിലൊന്നും നീ അങ്ങനെ ചിന്തിക്കാതിരുന്നേ. അന്ന് നമ്മൾ വൺ വേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് മാത്രമായിരുന്നു പ്രണയം. എന്നിട്ട് മറ്റൊരു ജന്മത്തിനും കാത്തു നിൽക്കാതെ നീ നിന്റെ പ്രണയം നേടിയെടുത്തില്ലേ? അപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ബ്രോയുടെയും കല്യാണിന്റെയും പ്രണയം സക്സസ് ആകും. സക്സസ് ആക്കണം. അതന്ന്. പക്ഷെ അന്നത്തെ പോലെ അല്ല അരവിന്ദേ ഇപ്പോഴത്തെ സാഹചര്യം. അന്ന് അഖിലാന്റി എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അഖിലാന്റി ആനന്ദിന് പെണ്ണുറപ്പിച്ചു വെച്ചിരിക്കുക. ഈ അവസ്ഥയില് കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ആലോചിച്ച ആ വിവാഹം നടക്കുന്നത് തന്നെയാ ഉചിതം. കൊള്ളാം. നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിനക്കിത് എങ്ങനെ പറയാൻ കഴിയുന്നു നന്ദനെ? നോക്ക് അരവിന്ദ്, ഞാൻ പ്രാക്ടിക്കലായിട്ടാ കാര്യങ്ങൾ കാണുന്നത്. അരവിന്ദ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആനന്ദ് കല്യാണിയെ പ്രണയിക്കുന്നു ആന്റിയോട് പറയോ? ഒരു പക്ഷെ പറഞ്ഞാ തന്നെ ആന്റി അത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ആനന്ദ് കല്യാണിയെ മറന്നിട്ട് ആന്റി പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് തന്നെയാ രണ്ടുപേർക്കും നല്ലത്. നന്ദനെ, ഇപ്പോഴെന്നല്ല എപ്പോഴും നീയും ഞാനും തമ്മിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അകലമുണ്ട്. അതാണ് നിന്റെ ചിന്തയിലും കാണുന്നത്. നീ ഗംഗയെ മോതിരം കൊടുത്ത് സ്വീകരിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഒരു കാര്യം ഓർത്തോ? പ്രണയം സത്യമാണെങ്കിൽ ഒരു ശക്തിക്കും അതിനെ പിരിക്കാൻ കഴിയില്ല. അവിടെ ജാതിയും മതവും ദേശവും ഭാഷയും ഒക്കെ തോൽക്കുന്നതാ ചരിത്രം. കല്യാണിയും ബ്രോയും തമ്മിലുള്ള പ്രണയം സത്യമുള്ളതാ. അത് ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. അതുകൊണ്ട് ഇനി തൃച്ചംബരത്ത് നടക്കാൻ പോകുന്നതേ ആനന്ദ് കൃഷ്ണന്റെയും കല്യാണിയുടെയും താലികെട്ട. അത് കാണാൻ കാത്തിരുന്നോ നീ? പോട്ടെ. ഇല്ല ഇല്ല, പിടി തരേണ്ട ആൾ ഇതുവരെ പിടി തന്നിട്ടില്ല. അത് സാരമില്ല, സമയമുണ്ടല്ലോ.
ഓരോന്നോരോന്നായിട്ട് കൈപ്പിടിയിൽ ഒതുക്കും ഞാൻ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്തൊക്കെ എതിർപ്പുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിലരെയൊക്കെ നേരിട്ട് കാണാൻ. ആ ഗംഗേ, ഓ സോറി, ഫോണിലായിരുന്നല്ലേ. സോറി, നടക്കട്ടെ. ഇല്ലങ്ങളെ, കഴിഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അങ്കിൾ പറഞ്ഞു. ഒന്നുമില്ല, ഇതുവരെ ഒന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഭാവി മരുമകളോട്. അഖില കണ്ടെത്തിയതല്ലേ, അത് ഒരു തരത്തിലും മോശമാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അറിയാലോ, ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ താലി കെട്ടുന്ന പെൺകുട്ടികൾ ഞങ്ങൾക്ക് മരുമക്കളല്ല, മക്കളാണ്. ഈ ജന്മത്തിൽ ഒരു മകൾക്ക് കൊടുക്കാൻ മാറ്റിവെച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ ആ മക്കൾക്ക് കൊടുത്തു തീർക്കണം. നന്ദനയ്ക്കും ഇപ്പൊ ഗംഗയ്ക്കും. സ്നേഹം അളന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഏറ്റക്കുറവുകളൊക്കെ ഒന്ന് സഹിച്ചോണം. എനിക്കത് അറിയാം അങ്കിളെ. തൃച്ചംബരത്തെ സ്നേഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ അത് ബോധ്യമാവുകയും ചെയ്തു. തൃച്ചംബരത്ത് പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ചില ആചാരങ്ങളുണ്ട്. പലർക്കും അത് വിചിത്രമായി തോന്നാം. ചിലപ്പോഴൊക്കെ തോന്നും ഇതൊക്കെ മാറ്റാനുള്ള സമയമായെന്ന്. ചിലപ്പോ തിരിച്ചു. അഖില പറഞ്ഞു കാണുമല്ലോ, തൃച്ചംബരത്ത് തറവാട്ടിൽ കടന്നു വരുന്ന മൂത്ത മരുമകൾക്ക് അധികാരസ്ഥാനം. ഇപ്പൊ ആ സ്ഥാനം അഖിലയ്ക്ക. അതായത് അഖില പറയുന്നതാണ് അവസാന വാക്ക്. പക്ഷെ എന്ത് പറയും മുന്നേയും അവൾ എന്റെ അനുവാദം വാങ്ങിച്ചിരിക്കുന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് കേട്ടോ. ഗംഗെ, തൃച്ചംബരത്തെ മൂത്ത മരുമകൾക്ക് ചെറിയ ചെറിയ പിണക്കങ്ങളെ ആ അർത്ഥത്തിൽ തള്ളിക്കളയാനും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി തോറ്റു കൊടുക്കാനുമുള്ള മനസ്സുണ്ടാവണം. ദേ, ഈ കയ്യിലെ വിരലുകൾ പോലെയാ കുടുംബം. ചേർന്ന് നിന്നാലേ ബലമുള്ളൂ. മോൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അഖിലെ സെലക്ട് ചെയ്യില്ലല്ലോ. ഒരു 10-25 തലമുറകൾക്ക് കഴിയാനുള്ള സമ്പത്തുണ്ടാകും തൃച്ചംബരത്തെ നിലവറയിൽ, പൊന്നായും പണമായും ഒക്കെ. അതിനു മുകളിൽ അഖില ഒരു നിറത്തോക്ക് വച്ചിട്ടുണ്ട്. വിശ്വാസങ്ങൾ തെറ്റിയാൽ സ്വന്തം രക്തമാണെങ്കിൽ കൂടെ പ്രയോഗിക്കും. ആ അതുപോട്ടെ, മോൾക്ക് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടമല്ലേ? അല്ലേ? എല്ലാം ഇഷ്ടമല്ലേ? പുറത്ത് നല്ല മഞ്ഞ്, മകരമാസമല്ലേ? മോള് വെറുതെ മഞ്ഞുകൊള്ളണ്ട, അകത്തേക്ക് ചെല്ലേ. ശരി അങ്കിളെ. ഒരു 10-25 തലമുറകൾക്ക് കഴിയാനുള്ള സമ്പത്തുണ്ടാകും തൃച്ചംബരത്തെ നിലവറയിൽ, പൊന്നായും പണമായും ഒക്കെ. അതിനു മുകളിൽ അഖില ഒരു നിറത്തോക്ക് വച്ചിട്ടുണ്ട്. വിശ്വാസങ്ങൾ തെറ്റിയാൽ സ്വന്തം രക്തമാണെങ്കിൽ കൂടെ പ്രയോഗിക്കാം. ചേച്ചി, എന്താ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ?
വല്യുഞ്ഞ് പറഞ്ഞില്ലേ വിഷമിക്കരുതെന്ന്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാ വല്യുഞ്ഞ്. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. എന്നാലും അഖിലാമ്മയുടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല നീങ്കുട്ട. ഞാൻ കാരണം വല്യുഞ്ഞും അഖിലാമ്മയോടും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമെന്നാ ഇപ്പൊ എന്റെ പേടി. ഏയ്, അങ്ങനൊന്നും വരാൻ പോകുന്നില്ല ചേച്ചി. 16 കമ്പനികൾ നോക്കി നടത്തുന്ന വല്യുഞ്ഞ് ഈ പ്രശ്നമൊക്കെ ഈസി ആയിട്ട് പരിഹരിക്കും. പക്ഷെ ഒരു കാര്യമുള്ളത്, ചേച്ചിയുടെ ഈ ഇരിപ്പ. ചേച്ചി ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട അച്ഛന് സംശയവും. അതായിരിക്കും ഇനി ചേച്ചിക്ക് അടുത്ത പ്രശ്നമാകാൻ പോകുന്നത്. അല്ലാതെ വല്യുഞ്ഞോ അഖിലാമ്മയുടെ ഒന്നുമല്ല. കല്യാണി, വിശേഷങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിന്നോട് കല്യാണം വരെ തൃച്ചംബരത്ത് കയറരുതെന്ന് മാഡം പറഞ്ഞു അല്ലേ? ഇവിടെ ഏതൊരു നല്ല കാര്യം നടന്നാലും നീ കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഉറപ്പാ. ഈ പ്രാവശ്യം തുടക്കത്തിൽ തന്നെ അത് സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഞാൻ നല്ല മനസ്സോടെ പ്രാർത്ഥിച്ച് തന്നെയാ പൂജ ചെയ്തത്. നല്ല മനസ്സും പ്രാർത്ഥനയും. എന്നിട്ടാണോ നീ മാത്രം പാലൊഴിച്ചപ്പോ നിറം മാറിയത്? നിനക്കെന്താ കൊമ്പുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പൊ ചേച്ചി നല്ല മനസ്സോടെ അല്ല പൂജ ചെയ്തെന്നാണോ അച്ഛൻ പറയുന്നത്? സ്വന്തം അച്ഛന് പോലും മോളെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആരെയും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കഷ്ടമാണ് ഇവിടുത്തെ കാര്യങ്ങള്. വായടക്കടാ. എന്റെ വിശ്വാസമല്ല ഇവിടുത്തെ പ്രധാനം, മാഡം വിശ്വസിക്കണം. ആ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാ അഖില മാഡം നിന്റെ ചേച്ചിയോട് വലിയ കുഞ്ഞിന്റെ കല്യാണം കഴിയുന്നത് വരെ തൃച്ചംബരത്ത് കയറരുതെന്ന് പറഞ്ഞത്. ദേ, ഇപ്പൊ ഇവിടെ തുടക്കത്തിലേ കുഴപ്പമായി കഴിഞ്ഞു. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നീ ഇനി ഇവിടെ വേണ്ട. കുറച്ച് നാൾ നാട്ടിൽ പോയി നിൽക്ക. അതാ എല്ലാവർക്കും നല്ലത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ? ഞാൻ സമ്മതിക്കില്ല. ചേച്ചി പോവാൻ നിന്റെ സമ്മതം ആർക്ക് വേണം? ഇതെന്റെ തീരുമാന. കല്യാണം കഴിയുന്നവരെ കല്യാണി നാട്ടിൽ പോയി നിൽക്കും. എല്ലാം കഴിയുമ്പോൾ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരും. അതാ തീരുമാനം. വേണ്ടച്ചാ, അരുത്. എന്നെ നാട്ടിലേക്ക് അയക്കരുത്. ഞാൻ കാരണം ഈ കല്യാണത്തിന് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ അച്ഛന്. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. നീ വേഗം പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെക്ക്, നമുക്ക് പോണം. അച്ഛാ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം അച്ഛന്റെ. ദയവ് ചെയ്ത് എന്നെ നാട്ടിലേക്ക് അയക്കരുത്. ഞാനിവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. പ്ലീസ് അച്ഛാ. അതെ അച്ഛാ, ചേച്ചി നാട്ടിലേക്ക് അയക്കണ്ട. ചേച്ചി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. നമ്മളെല്ലാരും ഉണ്ടല്ലോ ഇവിടെ. പറ്റില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവളോട് നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ച് വല്ലാത്തൊരു പടച്ചില. ഇനി കല്യാണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ അതിന്റെ പഴി നിന്റെ പേരിലേ വരൂ. അത് നമുക്കെല്ലാം ദോഷാവും. എന്തെടുക്കാനുള്ള വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങ. നിന്നോടല്ലേ പോവാൻ പറഞ്ഞ? പോകാൻ. അച്ഛൻ എന്താ ഇനി നിനക്ക് വേണ്ടേ? കേറിപ്പെടാത്ത. Yeah, that's what exactly I'm in need of. പണി കൊടുക്കുമ്പോ പണിയായിട്ട് തന്നെ കൊടുക്കണം. ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട ചില ജീവിത പ്രശ്നങ്ങളിലായിപ്പോയി. അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ആ സൂസൻ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. I gotta go now.
ആന്റി, കോളേജിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചതാ. ഇവിടെ പുതിയ സ്ഥലം, പുതിയ ആളുകൾ, എല്ലാ വിശേഷങ്ങളും തിരക്കിയത് അവള്. ആഹാ. ഇവിടെയെല്ലാം എനിക്ക് മുമ്പ് പരിചയമുള്ള പ്രതീതിയാണെന്ന് പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നേ ഇല്ല. അതെ, ഇങ്ങനെ ഈ കുടുംബവുമായിട്ട് ഇത്ര പെട്ടെന്ന് നീ മിങ്കിളാവോന്ന് ഞാനും കരുതിയതേ ഇല്ല. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. പിന്നെ ഞാനിപ്പോ വന്നത് നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറയാനാ. നീയും കൂടി പെട്ടെന്ന് റെഡിയാവും. ബെറ്റർ യു വെയർ സം സാരി, ഓക്കെ? നോ പ്രോബ്ലം ആന്റി. അല്ല, എന്തെങ്കിലും വിശേഷമുണ്ടോ ഇന്ന് അമ്പലത്തിൽ പോവാൻ? വിശേഷമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫാക്ട് ആ വിശേഷത്തിന് കാരണക്കാരി നീയാ. ഏ, ഞാൻ കാരണക്കാരിയാണെന്നോ? എന്താ ആന്റി പറയുന്നേ? എങ്ങനെ കാരണക്കാരി? പറയാം. ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണ് ആനന്ദിന് കിട്ടണമെന്നും അങ്ങനെ കിട്ടിയാൽ ആ പെൺകുട്ടിക്ക് വേണ്ടി 108 നാരങ്ങ വിളക്ക് തെളിയിക്കാമെന്നും ഞാൻ നേർന്നിരുന്നു. ആ നേർച്ച നടത്താനാ നമ്മളിപ്പോ പോവാൻ പോകുന്നത്. നീയല്ലേ ആനന്ദിനെ കല്യാണം കഴിക്കുന്ന എന്റെ മൂത്ത മരുമകള്. താങ്ക് യു ആന്റി, താങ്ക് യു വെരി മച്ച്. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇവളെയൊക്കെ കൊണ്ട് അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ പോയാൽ അവിടുത്തെ ദേവി ഇറങ്ങി ഓടും. അമ്മയ്ക്കത് അറിഞ്ഞൂടാത്തോണ്ടാ. ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ റെഡിയാവാം. ശരി, പെട്ടെന്ന് റെഡിയാവും. ഹലോ അരവിന്ദ്. ഹലോ. ആന്റി, പറയുമോളെ. അത് അമ്പലത്തിൽ ഞാനും ആന്റി മാത്രമേ പോകുന്നുള്ളൂ അതോ? മനസ്സിലായി. ആനന്ദ് കൂടെ വരുന്നുണ്ടോന്നല്ലേ ചോദ്യം? അല്ല, ഞാനത് പിന്നെ ജനറലായിട്ട് വെറുതെ ചോദിച്ചത്. കിടന്നുരുളണ്ട, ദേഹത്ത് മണ്ണ് പറ്റും. സി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ക്യൂരിയോസിറ്റി. പരസ്പരം ഇഷ്ടപ്പെടുന്നവരാകുമ്പോ അത് വേണം. എന്നാ കേട്ടോളൂ, ആനന്ദുമുണ്ട് നമ്മുടെ കൂടെ. ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൂടിയാണ് ദർശനത്തിന് പോകുന്നത്. എന്താ, ഹാപ്പി അല്ലേ? ഓക്കെ ആന്റി, താങ്ക്സ്. ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. വിത്തിൻ നോ ടൈം. ശരി, പെട്ടെന്നാവട്ടെ. വെരി സ്വീറ്റ് ഗേൾ. ശരി, നീ ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണി ഒരുവിധം സമാധാനപ്പെടുത്തി. അതൊക്കെ, പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. ആന്റി ഇപ്പൊ ഉറപ്പിച്ച ഈ കല്യാണം എങ്ങനെയാ മുടക്കുന്നത്? അല്ലെങ്കിൽ ഇനി എന്നാ നീ അഖിലാന്റിയോട് കല്യാണി നിനക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണോ? നീ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തന്നെ ഞാനും ആലോചിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അതാ സത്യം. നോക്കു മച്ചു, നിന്റെ ഇഷ്ടം ആന്റിയോട് പറയുന്നത് മാറ്റിവെക്കാം. പക്ഷേ എത്രയും പെട്ടെന്ന് നീയും ഗംഗയായിട്ടുള്ള ഈ കല്യാണം മുടക്കാൻ നമ്മൾ മാർഗം കണ്ടെത്തിയേ പറ്റൂ. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തുവെന്ന് കരുതി പ്രിയങ്കായിട്ടുള്ള കല്യാണം മുടങ്ങിപ്പോയ പോലെ ഇതും മണ്ഡപത്തിൽ വെച്ച് മുടങ്ങുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. സുബ്ബോണ്ണൻ ആ പറഞ്ഞത് കറക്റ്റ്. പക്ഷെ അതിന് പരിഹാരമായിട്ട് ഒരു സെന്റിമെന്റൽ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സെന്റിമെന്റൽ ഐഡിയ? വാട്ട് ഡു യു മീൻ? അതൊക്കെ ഉണ്ട് ബ്രോ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അമ്മ ഗംഗയുടെ അമ്പലത്തിൽ നാരങ്ങ വിളക്ക് വെക്കുന്ന കാര്യം പറയുന്നത് കേട്ടു. ഓ, ഇതാണോ നിന്റെ വലിയ സെന്റിമെന്റൽ ഐഡിയ? എന്റെ സുബ്ബോണ്ണ, ആദ്യം ഞാൻ പറയുന്നു സമാധാനമായിട്ട് മുഴുവന് കേക്ക്. ശരി, പറ. നമ്മുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ. ലോകത്ത് അന്ധവിശ്വാസമോ അമിത വിശ്വാസമോ കണ്ടുപിടിച്ചതിൽ ഒരാള് നമ്മുടെ അമ്മ. ഇപ്പൊ ബ്രോയുടെ കല്യാണം ഉറച്ചത് വഴി അമ്മ ഭാവി മരുമകളെ കൊണ്ട് 108 നാരങ്ങ വിളക്ക് തെളിയിക്കാന്ന് നേർന്നിട്ടുണ്ടത്രേ. അതിന്ന് തന്നെ നടത്താനായിട്ട് ക്ഷേത്രത്തിൽ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ഇപ്പോ. അല്ല, അതിനിപ്പോ ഈ നാരങ്ങ വിളക്ക് വെച്ച ശേഷം അമ്മ പൂജാരി കൊണ്ട് തേങ്ങ ഉടപ്പിച്ചു നോക്കുന്ന ഒരു ചടങ്ങുണ്ട്.
നമ്മുടെ കാടാമ്പുഴയിൽ ഈ മുട്ടറക്കുന്ന പോലെ. അങ്ങനെ ഉടപ്പിച്ച് നോക്കുന്ന തേങ്ങ അപശകുനം പോലെ അഴുകി കറുത്തതാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദേവിയുടെ മുന്നിൽ ഉടച്ചു നോക്കുന്ന തേങ്ങ അഴുകി നശിച്ചതാണെങ്കിൽ അത് അപശകുനം തന്നെയാ. അമ്മ അവിടെ സ്റ്റക്കായി നിൽക്കും. പക്ഷേ മനസ്സിലായി. തേങ്ങ എങ്ങനെ അഴുകുന്നല്ലേ, അത് നമ്മൾ അഴുകിപ്പിക്കണം, അത്ര തന്നെ. പക്ഷെ എങ്ങനെ? തേങ്ങയ്ക്കകത്ത് രസം കുത്തിവെക്കോ മെർക്കുറി? നീ വല്ല നടക്കുന്ന കാര്യവും പറ അരവിന്ദേ. നീ ഇങ്ങനെ തടസ്സം പറയല്ലേ. അരവിന്ദന്റെ ഐഡിയ സൂപ്പറാണ്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന രീതി. പക്ഷെ വർക്കൗട്ട് ആക്കിയെടുക്കാൻ കുറച്ച് പാടുപെടും എന്നുള്ളതാണ് സത്യം. കല്യാണത്തിന്റെ തടസ്സം മാറ്റാൻ ഉടയ്ക്കുന്ന തേങ്ങ അഴുകിയതാണെങ്കിൽ അഖിലാന്റി അത് അവശകനമായിട്ട് കരുതുന്നുള്ളത് അച്ചട്ടാ. ബ്രോ അന്ന് ആ വിഗ്രഹങ്ങൾ വെച്ച് ഗംഗ ബ്രോയ്ക്ക് ചേരാത്ത പെണ്ണാണെന്ന് കാണിച്ചു കൊടുത്തിട്ടും അമ്മ അത് മനസ്സിലാക്കിയിട്ട് നടിച്ചില്ല. ഈ തേങ്ങയിലൂടെ അത് തെളിയിച്ചു കൊടുത്ത സംഗതി ക്ലിയറാ. ബ്രോ വിശ്വസിക്ക്. അതെ ആനന്ദേ, അന്ന് ശിവലിംഗ പൂജയിൽ പാലിന്റെ നിറം മാറിയത് കൊണ്ടാ കല്യാണി വീട്ടിൽ കയറരുതെന്ന് ആന്റി വിലക്കിയത്. അങ്ങനെ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആന്റി ദേവിക്ക് ഉടച്ച തേങ്ങ അഴുകിപ്പോയാ തീർച്ചയായിട്ടും ഈ കല്യാണം കുറഞ്ഞ പക്ഷെ നീട്ടിവെക്കുമെങ്കിലും ചെയ്യും. ഇതൊരു നല്ല ഐഡിയ ആണെന്നാ 100% എനിക്ക് തോന്നുന്നത്. ശരി ശരി, ഇനി അത് പരീക്ഷിച്ചില്ലാന്ന് വേണ്ട. പക്ഷെ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആവും? ആദ്യം അത് പറ. പറയാം, സിമ്പിളാണ്. സുബ്ബണ്ണൻ ആദ്യം ക്ഷേത്രത്തിനകത്ത് തേങ്ങ ഉടക്കി നല്ല നൈസായിട്ടാണ് കറക്കിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഗംഗ അവിടെ തേങ്ങ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അഴുകിയ തേങ്ങ തന്നെ കൊടുക്കാൻ ഇടപാട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ തനിയെ സംഭവിച്ചോളും. എന്താ വർക്കൗട്ട് ആവില്ലേ? എന്ത് തോന്നുന്നു? ശരി. കോട് സുബ്ബണ്ണ.